പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഡി ക്യുവിൻ്റെ വിശേഷമാണ് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. നമ്മുടെ സ്വന്തം ദുൽഖർ ഇനി അങ്ങ് മലയാളികൾക്ക് കണി കാണാൻ കിട്ടാത്ത താരമായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നതിൻ്റെ വലിയ തെളിവാണ് ഇപ്പോൾ നമുക്ക് മുന്നിൽ ദൃഷ്ടാന്തമായി നിൽക്കുന്നത്. മറ്റൊന്നുമല്ല, ചിത്രം റിലീസ് ചെയ്തിട്ട് കുറച്ച് നാളുകളായി. പിന്നീട് ചിത്രം OTT വന്നു. OTT വന്ന ശേഷം അങ്ങനെ ഒരു ചിത്രം വീണ്ടും തിയേറ്ററിൽ ഹൗസ്ഫുൾ ഷോകളുമായി മുന്നോട്ട് പോകണമെങ്കിൽ, അതും പുഷ്പ പോലെയുള്ള ചിത്രത്തോട് എതിരിട്ട് നിൽക്കുന്നതെങ്കിൽ അത് നിസ്സാര സംഭവമല്ല. അതൊരു താരത്തിന്റെ വലിയ വിജയം തന്നെയാണ്. ബ്രാൻഡ് വാല്യൂ എന്താണെന്ന് നമുക്ക് വീണ്ടും വീണ്ടും വിരൽ ചൂണ്ടി തരുന്ന ഒരു വാസ്തവമായ കാര്യമാണ്. അവിടെയാണ് ദുൽഖറിന്റെ വിജയം. ലക്കി ഭാസ്കർ എന്ന സിനിമയെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. ലക്കി ഭാസ്കർ എന്ന സിനിമ മലയാളത്തിൽ വലിയ രീതിയിലുള്ള ചലനങ്ങളൊന്നും ഉണ്ടാക്കാതെ പോയ സിനിമയാണ്. എന്നാൽ വലിയ വിജയം തന്നെയാണ് മലയാളത്തിലും ഈ സിനിമ ഉണ്ടാക്കിയെടുത്തത്. എന്നാൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന തരത്തിലുള്ള ഒരു വിജയമൊന്നുമല്ല ഇവിടെ നേടിയെടുത്തത്. ഇനിയും ഒരുപാട് നാളുകൾ കൂടി ചിത്രം കളിക്കേണ്ടതായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയത്. കാരണം അത്രത്തോളം നല്ലൊരു സിനിമ തന്നെയാണിത്. എന്തായാലും തെലുങ്കിൽ ഈ സിനിമ വൻ നേട്ടമാണ് ഉണ്ടാക്കിയെടുത്തത്. മാത്രമല്ല തമിഴ്നാട്ടിലും വലിയ വിജയം തന്നെ ചിത്രം നേടിയെടുത്തു. ഹിന്ദി മേഖലകളിൽ എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ. എന്തായാലും ഒരു കാര്യം ഉറപ്പിക്കാം, OTT റിലീസായ ഒരു തെലുങ്ക് ചിത്രത്തിന് ഇത്തരത്തിലൊരു നേട്ടം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നത് ഈ അടുത്ത കാലത്തൊന്നും സംഭവിക്കാത്ത ഒരു ചരിത്രം തന്നെയാണ്. മറ്റു സൂപ്പർ താരങ്ങൾക്ക് അത് സംഭവിച്ചിരിക്കാം. എന്നാൽ ഇവിടെ ഒരു താരതമ്യേന പുതുമുഖ താരമായ തെലുങ്ക് ഇൻഡസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം വെറും 3-4 സിനിമകൾ മാത്രം അഭിനയിച്ചിരിക്കുന്ന താരം എന്ന നിലയിൽ നിൽക്കുന്ന ദുൽഖർ, ആ ഒരു താരത്തിനാണ് ഇത്തരത്തിലൊരു നേട്ടം ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിരിക്കുന്നത് എന്നത് അത്ര നിസ്സാരമായ ഒരു സംഗതിയല്ല. എന്തൊക്കെ പറഞ്ഞാലും ദുൽഖർ എന്ന താരത്തിന് വലിയ രീതിയിലുള്ള ഒരു മാർക്കറ്റ് ഇന്ത്യ തലത്തിൽ, പാൻ ഇന്ത്യ തലത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയത്തിനും ഒരു വിട നൽകുന്ന കാര്യമല്ല ഇപ്പോൾ ഉള്ളത്. പലരും ഈ സിനിമ അത്ര വലിയ വിജയമാകുമെന്ന് കരുതിയിരുന്നില്ല. പ്രത്യേകിച്ച് ദുൽഖറിനെ ഇഷ്ടപ്പെടാത്ത അദ്ദേഹത്തിന്റെ വിരോധികളായ ചിലർ, അദ്ദേഹത്തിന്റെ അച്ഛന്റെ വിരോധികളായിട്ടുള്ള പലരും അദ്ദേഹത്തിന്റെ വിരോധികളായിട്ട് സ്വാഭാവികമായി മാറിയിട്ടുണ്ട് എന്നുള്ളത് വലിയൊരു വാസ്തവമായിട്ടുള്ള കാര്യമാണ്. ഇതെന്താണ് ഇങ്ങനെ മനുഷ്യരെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. കാരണം ഒരു താരം അല്ലെങ്കിൽ ഒരു ആക്ടർ എന്നതിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ അദ്ദേഹം നന്നായി അഭിനയിക്കുന്നുണ്ടോ എന്ന് മാത്രമല്ലേ നമ്മൾ നോക്കേണ്ടതുള്ളൂ. അദ്ദേഹത്തിന്റെ ജാതിയോ മതമോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ എതിരാളികളുടെ ഫാൻസിനെ ആ ഒരു കാര്യങ്ങൾ നോക്കിക്കൊണ്ട് താഴ്ത്തി കെട്ടുന്ന സ്വഭാവം, അത് വലിയ മോശമായിട്ടുള്ള സ്വഭാവമാണ്. നേരെ തിരിച്ചും അങ്ങനെ തന്നെയാണ് കേട്ടോ. ഏത് താരത്തിനെ കുറിച്ചാണെങ്കിലും അദ്ദേഹത്തിന്റെ അഭിനയസിദ്ധിയെ കുറിച്ച് നമുക്ക് പ്രശംസിക്കാം, അദ്ദേഹത്തിന്റെ പോരായ്മകളെ കുറിച്ച് നമുക്ക് സംസാരിക്കാം, നിശ്ചിതമായിട്ട് വിമർശിക്കാം. എന്നാൽ ജാതിയുടെ മതത്തിന്റെ പേരിൽ ഒരു താരത്തെയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംഗതികളിലേക്ക് പോകുന്നത് അത്ര നല്ലൊരു കാര്യമല്ല. അവിടെയാണ് ഇത്തരത്തിലുള്ള ഒരു താരത്തിന്, അതും നോർത്ത് ഇന്ത്യയിൽ അടക്കം വലിയ നേട്ടം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നത്. അത് ദുൽഖറിന്റെ ഒരു വിജയം തന്നെയാണ്. മലയാളത്തിലും അദ്ദേഹത്തിന് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുകയാണ്. നല്ല ഫാനിസം ഉണ്ടാകട്ടെ, ചീത്ത ഫാനിസങ്ങളെല്ലാം തന്നെ പോകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.